അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഉയർത്തേണമേ. ഞാൻ എങ്ങനെയാണ് കൃപാസനം അറിഞ്ഞത്? ഞാൻ എന്നാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്? ഞാൻ എന്നാണ് കൃപാസനത്തിൽ ആദ്യമായി പോയത്? കൃപാസനത്തിൽ പോയതിന് ശേഷമുള്ള എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2021 നവംബർ മാസം ആലപ്പുഴയിൽ വെച്ചാണ് എനിക്ക് ആദ്യമായി കൃപാസന പത്രം കിട്ടുന്നത്. എങ്കിലും ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിച്ചിരുന്നില്ല. ജസ്റ്റ് ആ പത്രം ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനത് കളയാതെ സൂക്ഷിച്ച് എൻ്റെ വീട്ടിൽ വെച്ചിരുന്നു. ആ പത്രം ഞാൻ വീണ്ടും അറിഞ്ഞത് 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2023 ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ചില പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയാലും ചിലതൊന്നും തരണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴുമാണ് നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ കൃപാസന പത്രം കൂടുതൽ എന്തെന്നറിയുവാനും എന്താണ് അതിലുള്ള സാക്ഷ്യങ്ങൾ എന്നൊക്കെ അറിയുവാനും ശ്രമിച്ചു. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുകയും ഉണ്ടായി. കൃപാസനത്തിൽ പോകണം എന്നൊരാഗ്രഹം എന്നിലേക്ക് വന്നു. അങ്ങനെ 18 ജൂലൈ 2023 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ എത്തുന്നത്. എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എത്തിയപ്പോൾ ടൈം അല്പം വൈകിയെങ്കിലും എനിക്ക് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഉടമ്പടി എടുക്കുവാനും സാധിച്ചു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവങ്ങൾ, വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം നമ്മൾ പാടെ ഉപേക്ഷിക്കുക എന്നിങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ ആ ക്ലാസ്സിലൂടെ കേൾക്കുവാനും എനിക്കറിയുവാനും സാധിച്ചത്. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, അനാഥരെയും രോഗികളെയും വൃദ്ധരെയും സഹായിക്കുക, നല്ല കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഉടമ്പടി ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഫാദർ ജോസഫ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് ആ ക്ലാസ്സിൽ വെച്ച് എന്നെ ടച്ച് ചെയ്ത മറ്റൊരു കാര്യം. മിക്ക ആളുകളും അവരുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപാടിടങ്ങളിൽ അഭയം പ്രാപിച്ച് അത് നടക്കാതെ വരുമ്പോഴാണ് മിക്ക ആളുകളും കൃപാസനത്തിലേക്ക് എത്തിച്ചേരുക എന്നത്. എൻ്റെ ജീവിതത്തിൽ ആ പറഞ്ഞ ഫാദർ ജോസഫ് അച്ഛൻ പറഞ്ഞ ആ കാര്യത്തിനോട് ഒരു സാമ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ജീവിതം എനിക്ക് തുടരണം, എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിച്ചേരുകയും ചെയ്തു.